കെ.എസ്.ആർ.ടി.സി സൗജന്യ യാത്ര എല്ലാ ബസ്സിലും ഉണ്ടാകില്ല, പ്രായോഗികമല്ലെന്ന് യു.ഡി.എഫ് സർക്കാർ. ഓർഡിനറി മുതൽ ഫാസ്റ്റ് വരെ പരിഗണനയിൽ. ഏത് റൂട്ടിലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. അതാണ് പ്രായോഗികവും. എല്ലാ സീറ്റുകളിലും ഒരു നിശ്ചിത എണ്ണം പിങ്ക് ബസ് അനുവദിക്കുക. ഈ പിങ്ക് ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. പറ്റിയാൽ കണ്ടക്ടർ ഡ്രൈവറും സ്ത്രീകളാക്കുക. പിങ്ക് ബസ് പൂർണ്ണമായും സിറ്റി സർവീസ് ആയിരിക്കും. എന്ത് ചെയ്താലും ഈ സൗജന്യം എന്ന് പറയുന്ന സാധനം തന്നെ തെറ്റാണ്. പിന്നെ ഈ സൗജന്യ യാത്ര കൊടുക്കാനേ പാടില്ല ആർക്കും. അതിനും വീണ്ടും ദാരിദ്ര്യമുള്ള സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് വയ്യാത്തവരാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. സ്ത്രീകൾക്ക് എന്താ വയ്യേ? മാത്രമല്ല ഈ വിഷയം ഇതിപ്പോൾ ഇലക്ഷൻ ഇടയിലും കണ്ട് ആരോ പറഞ്ഞെന്ന് എല്ലാവർക്കും ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ സൗജന്യ യാത്ര കൊടുത്തേക്കാം. അതുകൊണ്ടൊന്നും അല്ല ഈ വോട്ട് കിട്ടിയതോ ജയിച്ചതോ ഒന്നും. ഇത് അതിനിടയിൽ കിടന്ന് ഇതൊരു വിഷയമേ അല്ല. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാനൊന്നും ഇല്ല. മനസ്സിലായി. അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. മോഡിഫിക്കേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ? ആരെയും മോഡിഫൈ ചെയ്ത് അലമ്പുണ്ടാക്കുമ്പോൾ പിന്നെയും പിടിക്കും, ഓവറാക്കും ഇവിടെ ഉള്ളവന്മാർ. പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ സമരം ഉണ്ടാക്കും. ഏത് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമാകത്തില്ലേ? അത് ശരിയായില്ല, മറ്റാക്കില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതല്ല കറക്റ്റ് ചെയ്യേണ്ടത്. ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്യേണ്ടത് ഇതല്ല. മനസ്സിലായില്ലേ? അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്തുവാ ഇങ്ങനൊരു വിഷയം സംസാരിക്കേണ്ട ആവശ്യം വന്നത് എന്തുകൊണ്ടാണ്? ഒരാവശ്യമില്ലാത്ത കാര്യം പറയുന്നു, ഒരാവശ്യമില്ലാതെ കുറേ ആളുകൾ സംസാരിക്കുന്നു, ഒരാവശ്യമില്ലാതെ സമയം പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ ആവശ്യത്തിലേറെ വിഷയങ്ങളുണ്ട് തന്നെ. ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി എന്തുകൊണ്ട് നഷ്ടത്തിലാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അവസ്ഥയാണ് അവസ്ഥ. അതിനിടെ വന്നിട്ട് ബസ് ഫ്രീ കൊടുക്കാം, അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരു 10 ദിവസം ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കളിപ്പീരൂടെ ഇപ്പോൾ എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്നത്. അതിപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് കിടന്നുകൊണ്ട് സമയം കളയുന്നു. കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുന്നു. പിന്നെ അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി കുറേ സാധനം ഇട്ടേക്കും ഈ കാണുന്നത്. അതിനകത്തൊന്നാണ് ഈ പറഞ്ഞ സാധനം. ഇനി ഇതുപോലത്തെ ഒരു പ്രയോജനമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും. കുറേ ഐറ്റം ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മോഡിയൊക്കെ ഇടയ്ക്ക് വന്ന് ഓരോന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. അത് അവർക്കും അറിയാം വെറുതെ പറയുന്നതാണ്. ഒരലമ്പുണ്ടാക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ ഒരു സംഭവം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമായി. ഇത് സ്ഥിരം മനഃപൂർവ്വം കണ്ടൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യാൻ മീഡിയയ്ക്ക് എന്തോ കൊടുക്കുന്ന പോലെ വെറുതെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയസിലൊക്കെ സംസാരിക്കാനും എന്തോ അങ്ങനെ ചെയ്താലും എന്തോ ഇങ്ങനെ ചെയ്താലും നമ്മളാണെങ്കിലും സംസാരിക്കുമല്ലോ എല്ലാവരും. ഇത് തന്നെ കണ്ടില്ലേ? അങ്ങനെ ചെയ്യാൻ വിട്ടുന്നേ ഉള്ളൂ ഇതൊക്കെ. അല്ലാതെ ഇതൊരിക്കലും നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഉള്ളതല്ല. കാരണം ഇപ്പോൾ ഫ്രീ കൊടുത്താൽ അത് എവിടെ നിന്ന് പിന്നെ ഈ പൈസ എവിടെ നിന്നാ? വി.ഡി. സതീശൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. അല്ലെങ്കിൽ വീട് വിറ്റിട്ട് ഇനിയുള്ള യാത്രകളല്ലേ സ്ത്രീകൾക്കെല്ലാം അതിൻ്റെ ടിക്കറ്റില്ല ഇയാൾ അടയ്ക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. ഈ പൈസ എവിടത്തെയാ? ഈ പെട്രോൾ അടിക്കുന്നത് ഫ്രീ ആയിട്ടാണോ? പെണ്ണുങ്ങൾക്ക് ഫ്രീ പെട്രോൾ എടുക്കാമെന്ന് ഏതെങ്കിലും പെട്രോളിയം കമ്പനി പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ മേടിച്ച് ഇതിൻ്റെ മെയിൻ്റനൻസും ഇതിൻ്റെ ചിലവും ഈ ബസ്സിൻ്റെ ഇന്ധനം ഇടെല്ലാം ചാർജെല്ലാം കൂടെ ആരാ വഹിക്കുന്നേ? ഇത് എവിടെ നിന്ന് കിട്ടുന്ന കാശാണ്? അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിനകത്തുള്ള മണ്ടത്തരം എന്തുവാന്ന്. പിന്നെ ഫ്രീ കൊടുക്കുന്നു എന്ന് പറയുന്നു. അതെന്ത് പരിപാടിയാണ്? ഫ്രീ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും സാധനം? എന്താ ഇത് ഫ്രീ കൊടുക്കാൻ പറ്റും വേണം. എന്നാൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഒരാളുടെ വീട്ടിൽ പോകുന്ന പോലും ഫ്രീ അല്ല, അല്ലെ നടന്നു പോകേണ്ടി വരും. എന്നാൽ പോലും അപ്പോഴും ഫ്രീ അല്ല. ഒരുപാട് സമയം പോകും നടന്നൊക്കെ ഒരാൾ വീട്ടിൽ, അല്ലേ? ഏതൊരു സാധനത്തിനായാലും വിലയുണ്ടെങ്കിൽ ആ വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫ്രീ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. യാത്ര ഫ്രീ ആക്കാമെന്ന് അതിനപ്പോൾ ഈ പറഞ്ഞ ചിലവൊക്കെ എനിക്കറിയത്തില്ല. ഇങ്ങനെയൊന്നും പറയുന്നത് ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്ന ജനമൊന്നും മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ ചെയ്യുന്ന കണ്ടവർക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയ്ക്ക് ഇവരെടുത്ത് കൊടുക്കുന്നത് അല്ല. ട്രാൻസ്പോർട്ട് ബസ് കെ.എസ്.ആർ.ടി.സി നമ്മുടെയൊക്കെ തന്നെ പൈസയല്ലേ? അതിനകത്ത് ഇയാൾ എന്തിനാ പറയുന്ന ആവശ്യമില്ലാത്ത ഫ്രീ കൊടുക്കാൻ മറ്റു കൊടുക്കാൻ മറിച്ച് കൊടുക്കാൻ ആർക്കും ഇത്ര സന്തോഷം? എനിക്കത്ര സന്തോഷം തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ സ്ത്രീകളില്ല ബസ് യാത്ര ചെയ്യാൻ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നഷ്ടമാണ്. എനിക്ക് ആ 2 സ്ത്രീകളുടെ ടിക്കറ്റ് ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നുണ്ട്. എനിക്ക് ലാഭമല്ല, എനിക്ക് നഷ്ടമാണ്. മനസ്സിലായോ? ബസ്സിൽ കയറാത്തവർക്കൊക്കെ ആ ടാക്സ് നഷ്ടമാണ്.